മന്യേതനാഭിജനരൂപതപശുജൗജ തേജപ്രഭാവബലപൗരുഷബുദ്ധിയോഗ നാരാദനായി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുദോഷ ഭഗവൻ ഗജയൂതമായ മന്യേതനാഭിജന രൂപതപസ്വജൗജദേഹപ്രഭാവബലപൗരുഷബുദ്ധിയോഗ. ഭഗവാനെ, ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ സൗന്ദര്യം ഉണ്ടായിന്ന് വരും, അതുപോലെ അയാൾക്കൊരു പക്ഷെ സമ്പത്തുണ്ടായിന്ന് വരും, ധനം, ബന്ധുബലം എല്ലാം ഉണ്ടായിന്ന് വരും, കുറേ കാര്യങ്ങൾ പറയുകയാണ്, ബുദ്ധി, കഴിവ്, അധികാരം, അങ്ങനെ പലതും പലതും അദ്ദേഹത്തിനുണ്ടായിന്ന് വരും. എന്നാൽ അതുകൊണ്ടൊന്നും മനസ്സിനെ ബാലൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല, മനസ്സിന്റെ താളം ശരിയാക്കാൻ സാധിച്ചു എന്ന് വരില്ല. മനസ്സിന്റെ താളം തെറ്റിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഭക്ത്യാ തുദോഷ ഭഗവൻ ഗജയൂതപായ. ഇതൊക്കെ നമുക്ക് ദിവസം പത്രമെടുത്താൽ കാണില്ലേ? ഇന്ന് ഭാരതത്തിലെ കോടീശ്വരന്മാരിൽ കോടീശ്വരനാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ അംബാനി ഗ്രൂപ്പിലെ രണ്ടുപേര്. രണ്ട് മക്കളേ ഉള്ളൂ ഒരു അച്ഛന്. അച്ഛൻ കഷ്ടപ്പെട്ട് കോടീശ്വരനായി, മക്കളൊക്കെ ഇന്ന് കോടീശ്വരന്മാരാണ്. മഹാരാഷ്ട്രയിലെ മുഴുവൻ കറണ്ട് അവർ വിലക്കെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോ UP-യിലെ ഫുൾ കറണ്ട് അവർ വിലക്കെടുക്കാൻ പോണു. മൊബൈൽ ഫോണിന്റെ രാജാക്കന്മാരാണ്. പക്ഷേ അനിയനും ഏട്ടനും തമ്മിൽ തെറ്റിപ്പോ 2 ദിവസം മുമ്പ് അവരുടെ ബോർഡ് കമ്മിറ്റി മീറ്റിംഗിൽ ഏട്ടൻ അനിയന് നേരെ പറയുന്ന വാക്ക്, ഇതൊക്കെ നിങ്ങൾ TV-യിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ടൊരു വ്യക്തി പറയേണ്ടായി. ആ മുഖത്തുള്ള ക്ഷോഭവും അസ്വസ്ഥതയും. ഇപ്പൊ നോക്കൂ, മനുഷ്യന്റെ ഉള്ളിൽ പണമുള്ളതുകൊണ്ട് മാത്രം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അല്പം പണത്തിനേക്കാളും വലുതാണ് സ്നേഹമെന്ന് തോന്നാത്തിടത്തോളം കാലം പണത്തിനു വേണ്ടി മനുഷ്യൻ അധപ്പതിക്കുന്ന സമയത്ത് അവനവന്റെ മനസ്സിനെ പോലും അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പിന്നെന്താണ് ജീവിതം എന്ന് പറയുന്നത്? പണമാണോ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നത്? മനസ്സാണോ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നത്? ഈ ഒരു ചോദ്യം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാ സമ്പത്തുമുണ്ട്, പക്ഷേ മാനസിക രോഗിയാണെങ്കിൽ എന്ത് സുഖമാണ് അയാൾക്കുള്ളത്? ഒരു സമ്പത്തുമില്ലെങ്കിലും കഞ്ഞി കുടിക്കുമ്പോഴും ഓണമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ജീവിതത്തിന് അർത്ഥമുണ്ട്, വിലയുണ്ട്, പ്രസക്തിയുണ്ട്. ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കൂ. ഇത് നമ്മൾ എന്തോ ചെറുപ്പത്തിലേ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ പണത്തിനും അധികാരത്തിനും അതിനൊക്കെ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ, സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, കുറെ കഴിഞ്ഞ് ഒറ്റപ്പെട്ട് ഒരു മുറിയിലകത്തായി അവസാനം അൽഷീമിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളൊക്കെ വന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ എന്താണ് അവൻ നേടിയിട്ടുള്ളത്? അവന്റെ ജീവിതത്തിൽ അവൻ എന്താണ് ആസ്വദിച്ചിട്ടുള്ളത്? ഒന്നുമില്ല, വട്ടപൂജ്യം എന്ന് പറയാം നമുക്ക്. എന്നാൽ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടായാലും ഭഗവത് പ്രേമം എന്നൊരു ശക്തിയുണ്ടെങ്കിൽ, അനുഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ ജീവിതം അനുഗ്രഹമാണ് എന്ന് പറയാണ്. തന്റെ പിതാവിന് സാമ്രാജ്യമുണ്ട്, അധികാരമുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ ഇല്ലാത്തതൊന്ന് മനസ്സമാധാനമാണ്. എപ്പോ ഹരിയെക്കുറിച്ച് ചിന്തിക്കുമോ അയാളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. ഇതൊന്നുമില്ലാഞ്ഞിട്ടും 5 വയസ്സുള്ള കുട്ടി പറയുന്നു, എനിക്ക് മനസ്സമാധാനം നല്ലവണ്ണം ഉണ്ടെന്ന്. എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് എന്താണ് വേണ്ടത്? ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. എനിക്കെന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടത്? എനിക്ക് പൈസ വേണം. എന്തിന്? സുഖിക്കാൻ. എന്തിനാ സുഖിക്കുന്നത്? സന്തോഷമായിട്ടിരിക്കാൻ. എന്തിനാ സന്തോഷമായിട്ടിരിക്കുന്നത്? അപ്പം മനസ്സമാധാനം ഉണ്ടാവും. അപ്പം പണം ഉണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവുമോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതെപ്പോഴാ സ്വാമി ചോദിക്കുക? മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും നമ്മളിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ സ്വയം ചിന്തിച്ചാൽ ഇതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സ് പറയും നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അതെപ്പോഴാ പറയുക? എല്ലാം ഉണ്ടായിട്ട് കുറെ കഴിയുമ്പോഴേ നമ്മൾ തിരിച്ചറിയുള്ളൂ. ആദ്യം വിചാരിക്കും ഒരു ഭാര്യ വന്നാൽ മനസ്സമാധാനമായിരുന്നു. ഭാര്യ വന്ന പിന്നെ കുറച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഭാര്യ മാത്രം പോരാ, മക്കൾ വേണം മനസ്സമാധാനത്തിന്. പിന്നെ പറയും മക്കൾ മാത്രം പോരാ, മക്കൾക്കൊക്കെ ജോലി വേണം എന്നൊക്കെ പറയും. അങ്ങനെ മക്കളെയൊക്കെ ജോലിയാക്കി അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെയായാൽ പോരാ, അവരെയൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർക്കൊക്കെ വേറെ വീട് വെച്ചു കൊടുക്കണം, അപ്പോഴാണ് മനസ്സമാധാനം. അങ്ങനെ അവർക്കൊക്കെ വീട് വെച്ചുകൊടുത്ത് അവരങ്ങനെ ജീവിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. ഷെയറിന്റെ കാര്യവും മറ്റു കാര്യവും മറിച്ച കാര്യമൊക്കെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് പറയാ, ഈശ്വര ഇതുവരെ മനസ്സമാധാനം ഇല്ലായിരുന്നു ഇവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇനിയിപ്പോ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സമാധാനം ഇല്ല.
ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഭക്തിയാതുദോഷ ഭഗവൻ ഗജയൂതപായ. അതുകൊണ്ട് ഭഗവാനെ വിപ്രാൽദിഷഡ്ഗുണയുതാദരവിന്ദനാഭപാദാരവിന്ദ വിമുഖാചപജം വരിഷ്ടം മന്യേ തദർപ്പിത മനോവചനേകിതാത്ത പ്രാണം പുനാതി സകുലം നതുഭൂരിമാന മന്യേ. ഭഗവാനെ ഞാൻ കരുതുന്നു, ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിലും ഉന്നത കുലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും പാദാരവിന്ദ വിമുഖാൽ, ഭഗവാന്റെ പാദാരവിന്ദത്തിൽ നിന്നും വിമുഖനാണ്. അങ്ങോട്ട് പ്രേമമില്ല, ഭഗവത് പ്രേമം മാത്രമില്ല. അതുകൊണ്ട് തന്റെ മനസ്സിനെ അയാൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആളേക്കാൾ ഞാൻ ആദരിക്കുക ശ്വഭജം വരിഷ്ടം. ഒരു ശ്വ എന്ന് പറഞ്ഞാൽ പട്ടി എന്നർത്ഥം. ശ്വാവിനെ തിന്നുന്നവൻ, പട്ടിയെ തിന്നുന്നവൻ ചണ്ടാളൻ എന്നർത്ഥം. ഏറ്റവും താഴ്ന്ന ജീവിതം നയിക്കുന്ന അവന് ഭക്തിയുണ്ടെങ്കിൽ ഞാൻ അവനെ പൂജിക്കും, അവനെ ആദരിക്കുന്നു പറയാണ്. കാരണം ഭക്തിയിലൂടെ മാത്രമേ അവനെയും അവനവന്റെ കുടുംബത്തെയും ഉയർത്താൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് നമുക്ക് പ്രചോദനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഭഗവാനെ അങ്ങയുടെ ഈ ഘോരമായ രൂപത്തെ ഞാൻ അല്പം പോലും ഭയക്കുന്നില്ല. ഞാൻ ഭയക്കുന്നു ആരെ? കൃപണന്മാരെ ഭയക്കുന്നു പറയാണ്. ത്രസ്ത്രോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാരചക്രകഥനാൽ ഗ്രസനം പ്രണീത ബദ്ധസ്വകർമ്മവിരുഷുത്തമതിംഗ്രിമൂലം പീതോപവർഗശരണം കൊയസേ കഥാന്നു. ഭഗവാനെ ഞാൻ ഭയക്കുന്നവര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃപണന്മാരാണ്. കൃപണൻ എന്ന് പറഞ്ഞാൽ കൃപ, മറ്റുള്ളവരിൽ നിന്നും കൃപ പ്രതീക്ഷിക്കുന്നവരെ കൃപണൻ എന്ന് പറയും. കൃപ എന്ന് പറഞ്ഞാൽ സിമ്പതി അർഹിക്കുന്നവർ, സിമ്പതിക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നവർ. മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചാൽ സമാധാനമുണ്ട്, മറ്റുള്ളവരെ രണ്ട് വാക്ക് പറഞ്ഞാൽ സന്തോഷമുണ്ട് എന്നതൊക്കെ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നവരെയാണ് കൃപണൻ എന്ന് പറയാം. ഒരർത്ഥത്തിൽ നമ്മളൊക്കെ യാചകന്മാരാണ്. നല്ലവണ്ണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ, നല്ല സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മറ്റുള്ളവരിങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ വരും. എന്താ പ്രതീക്ഷ? ഞാൻ വെച്ചത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് പറയണം. നിങ്ങൾ മോശമായാലും പറയണം നന്നായിട്ടുണ്ട്, അപ്പോൾ സമാധാനം. ഓ നന്നായിട്ടുണ്ട്, 2 ദിവസം മെനക്കെട്ടിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അതെന്താ 2 ദിവസം മെനക്കെട്ടത്? കഴിഞ്ഞ ആഴ്ച അരച്ചു വെച്ച നാളികേരം ഫ്രിഡ്ജിലുണ്ടായിരുന്നു എന്ന്. ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ അപ്രീസിയേഷൻ. അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മറ്റുള്ളവരൊന്ന് പറയണം, ഓ നന്നായിട്ടുണ്ട്, കേമായിട്ടുണ്ട്. തോളിൽ തട്ടി പറയുമ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് പോകും. അതാരും പറയാനില്ല എങ്കിൽ, വീട്ടിൽ നല്ല മാർക്കൊക്കെ കിട്ടി പാസ്സായിട്ട് വന്നിട്ട് എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷമില്ല എങ്കിൽ ഒരു സുഖമില്ല. നേരെ മറിച്ച് 50% മാർക്കാണെങ്കിലും ഓ ഗംഭീരമായിട്ടുണ്ടോ, നീയെങ്കിലും ഇങ്ങനെങ്കിലും പാസ്സായില്ലേ, ഞങ്ങൾക്ക് അത്ര എത്താൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒരു സന്തോഷമാണ്. അപ്പൊ എല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രതീക്ഷയിലാണ്, യാചനയിലാണ് ഇരിക്കുന്നത്. എന്താ യാചിക്കുന്നത്? നമ്മളൊക്കെ അവരിൽ നിന്നും സിമ്പതി പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അപ്രീസിയേഷൻ, അംഗീകാരം പ്രതീക്ഷിക്കുകയാണ്. പറയുന്നു അങ്ങനെയുള്ളവരെയാണ് ഞാൻ പേടിക്കുന്നത്. കാരണം അവർ ആരിൽ നിന്നാണ് ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടത്? പ്രീതോപവർഗചരണം ഹൊയസേ കഥന്നു. ഇതൊക്കെ ഭഗവാനിൽ നിന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിയും. കാരണം മറ്റുള്ളവർ തരുമ്പോഴും മറ്റുള്ളവരിലൂടെ ഇത് തരിയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ശവത്തിന്റെ മുന്നിൽ പോയിട്ട് ആരും പ്രതീക്ഷ വയ്ക്കാറില്ല എന്ന്. ആ ശരീരത്തിലൂടെ ഒരാൾ നമ്മളെ നല്ല വാക്കുകൾ പറയുമ്പോഴും അപ്രിഷിയേഷൻ ചെയ്യുമ്പോഴൊക്കെ ആ ശരീരത്തിലൂടെ ഒരു ഭഗവത് ചൈതന്യം തന്നെയാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ആ ഭഗവത് ചൈതന്യമാണ് ഇത് തരുന്നതെങ്കിൽ ആ ഭഗവാനിൽ നിന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിന് പുറമേക്ക് ഒരാളടുത്തേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും ഭഗവാനെ എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സംതൃപ്തിയുണ്ട്, ആരെന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് മനസ്സിലങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ദുഃഖം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ നല്ലൊരു സംഗതി ചെയ്തിട്ട് മറ്റൊരാൾ പറയണം ചെയ്യേണ്ടിയില്ലായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയൊക്കെയായിട്ട് പറയുമ്പോണ്ടല്ലോ, അപ്പോഴേക്കും നമ്മൾ സ്വയം ശപിച്ചുകൊണ്ട് പറയും ഈ ലോകത്തിൽ നല്ലത് ചെയ്തിട്ടും കാര്യമില്ല, നല്ലത് ചെയ്യുന്നതാണ് ദ്രോഹം, അതുകൊണ്ട് ഇനി മേലാൽ എനിക്ക് ഇങ്ങനത്തെ ബുദ്ധി തോന്നാതിരിക്കട്ടെ എന്ന്. നല്ലത് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധി തോന്നാതിരിക്കട്ടെ. കാരണം നമ്മളെ വിമർശിച്ചതുകൊണ്ട്, നമ്മളെ പരിഹസിച്ചതുകൊണ്ട്.
ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും സ്വഭാവം. പലരും നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ടിറങ്ങാത്തതിന് കാരണം മറ്റുള്ളവർ വിമർശിക്കുമോ എന്ന പേടികൊണ്ടാണ്, മറ്റുള്ളവർ പരിഹസിക്കുമോ എന്നുള്ള പേടികൊണ്ടാണ്. പല കാര്യങ്ങൾക്കും പലർക്കും മുന്നോട്ടിറങ്ങാനുള്ള കഴിവും പ്രാപ്തിയുണ്ട്. എന്താ നിങ്ങൾ മുന്നോട്ടിറങ്ങാത്ത? ആളുകൾ വെറുതെ വിമർശിക്കും. എന്തിന് നമ്മൾ വിമർശനം കേൾക്കാൻ പോണോ? വീട്ടിൽ അടങ്ങിയിരുന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ആളുകളുടെ വിമർശനത്തെ അഭിമുഖീകരിക്കാനുള്ള തന്റെ ഇടം എനിക്കില്ല എന്ന ദൗർബല്യം അയാൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ അയാൾക്ക് തന്റെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് അത് മനസ്സിലാക്കാതെ ആ വിമർശനങ്ങളെ അയാൾ വലുതായിട്ട് കാണുന്നു. പ്രിയനും മനസ്സിലാവുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ശത്രു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പം വിമർശിക്കട്ടെ, പരിഹസിക്കട്ടെ, നിന്ദിക്കട്ടെ, കളിയാക്കട്ടെ, അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം നഷ്ടപ്പെട്ടു പോകരുത്. നോക്കൂ, ഇന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജീവചരിത്രം എടുത്ത് വായിക്കുക. അപ്പോൾ അമ്മ ഒരു പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത്, 10-16 വയസ്സായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയെ പരിഹസിക്കാൻ അവിടുത്തെ ആളുകളുണ്ടായിരുന്നു, കളിയാക്കാൻ ആളുകളുണ്ടായിരുന്നു. അമ്മയെ ഒരു വേശ്യയായിട്ടും അതുപോലെ തന്നെ ഈ കഞ്ചാവ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നവളായിട്ടും അങ്ങനെയൊക്കെ പലതരത്തിൽ ആ അമ്മയെക്കുറിച്ച് ചീത്തവാക്കുകളും ചീത്തതും പ്രചരിപ്പിച്ചിരുന്നു ആളുകൾ. പ്രിയാണ്, ഇന്നിപ്പോൾ ആ പ്രചരിപ്പിച്ചവരുടെ അമ്മയോടെ നിൽക്കണോ? അവരവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. വിവേകാനന്ദ സ്വാമികൾ വളരെ രസകരമായിട്ട് പറയും, ഒരു ആന നടന്നു പോകുമ്പോൾ പട്ടികൾ കുരയ്ക്കും, ആനയൊരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ കരുത്തുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. പറയട്ടെ, വിമർശിക്കട്ടെ, കളിയാക്കട്ടെ, നിന്ദിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ 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 തീയിൽ മുളച്ചത് വെയിലത്തൊരിക്കലും വാടില്ല എന്നതൊക്കെ പറയുന്നത് നമുക്ക് ബോധ്യം വരിക. പക്ഷെ നമ്മൾ ആദ്യം സമ്മതിച്ചിരിക്കുന്നു, ഞാൻ തീയിലല്ല മുളച്ചത്, വെള്ളത്തിലാണ് മുളച്ചതെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ വാടാതിരിക്കില്ല. ആ തരത്തിലേക്ക് നമ്മളെ താഴ്ത്തി വെച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെ നമുക്ക് ഉയരാൻ സാധിക്കും? നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തിക്കഴിഞ്ഞാൽ പിന്നെ ആര് വന്ന് ലിഫ്റ്റ് എടുത്തിട്ട് പോക്കുവോ? ഇല്ല. നമ്മൾ തന്നെ വേണം നമ്മളെ ഉയർത്താനെന്ന് ഗീതയിൽ പറഞ്ഞത് നമുക്ക് ഈ സന്ദർഭങ്ങളിലും മനസ്സിലാക്കാൻ പറ്റും. അതിനെന്ത് വേണം? യസ്മാൽ പ്രിയാപ്രിയ വിയോഗസയോഗ ജന്മ ശോകാഗ്നിനാ സകലയോനിഷു ദഹ്യമാന ദുഃഖൌഷധം തദവി ദുഃഖമദ്യാഹം ഭൂമൻ ഭ്രമാമി വദ മേ തവ ദാസ്യയോഗം. ഭൂമൻ ഭ്രമാമി വദ മേ തവ ദാസ്യയോഗം. ഞാനും നിങ്ങളും പ്രിയാപ്രിയ വിയോഗസയോഗ, പ്രിയാപ്രിയം, ഈ ലോകത്തിലുള്ളവരെ പ്രിയമായി കണ്ടിട്ട്, ഭാര്യയെ പ്രിയമായി കാണും, അല്ലെങ്കിൽ ഭർത്താവിനെ പ്രിയമായി കാണും, മക്കളെ പ്രിയമായി കണ്ടിട്ട് അതിൻ്റെയൊക്കെ വിയോഗത്തിൽ ദഹ്യമാനം ഇരുന്ന് ദഹിക്കുന്നു, അതിൽ കടന്നിട്ടിങ്ങനെ വെന്തുരുകുന്നു പറയാണ്. എന്നാൽ അല്പം വിവേകത്തോടുകൂടിയിട്ട് സ്വയം ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, വാസ്തവത്തിൽ എനിക്ക് പരമപ്രിയനാരാണ്? എനിക്ക് പരമപ്രിയനായിരിക്കുന്നത് എന്നെ ഞാനാക്കി തീർത്തിരിക്കുന്ന ഭഗവത് സാന്നിധ്യമല്ലേ? ഭഗവത് സാന്നിധ്യമില്ലെങ്കിൽ ഈ ശവത്തിന് വല്ലവരും പ്രിയരായിട്ടുണ്ടോ? ഈ ശവത്തിന് ഇന്നേ അവരാരെങ്കിലും സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഭഗവാനെ, അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണ് ഭാര്യയുണ്ടെന്നും ഭർത്താവുണ്ടെന്നും മക്കളുണ്ടെന്നും അവരെ കോർക്കാനും സ്നേഹിക്കാനും സാധിക്കണമെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ടത് അങ്ങേയല്ലേ? അത് ഞാൻ മറന്നുപോവല്ലേ ഭഗവാനെ എന്ന് മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമൻ വദാമി ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. അങ്ങനെയുള്ളൊരു വിവേകം എനിക്കുണ്ടാവാൻ അവിടുത്തെ ദാസ്യയോഗം എനിക്കുണ്ടാവട്ടെ. ഞാനെന്നും അവിടുത്തെ ദാസനാണെന്നുള്ള ഭാവം, ദാസോഹം തവ കേശവ, ഈ ഭാവം എൻ്റെ ഉള്ളിൽ ദൃഢമായി തീരാൻ എന്നെ അനുഗ്രഹിക്കൂ ഭഗവാനേ. ഇപ്രകാരം പറഞ്ഞ് പറയണ കുട്ടി, മായാമനസൃജതി കർമ്മമയം ബലീയ കാളേന ചോദിത ഗുണാനുമതേന പുംസ ചന്ദോമയം യദയാർപ്പിത ഷോഡശാരം സംസാരചക്രമജഗോദിതരേത്വതന്യ. വിവേകമുള്ളവൻ തിരിച്ചറിയേണ്ടത് മായാമനസൃജതി കർമ്മമയം, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാക്കണം എന്ന് നിശ്ചയിക്കുന്നത്. സന്തോഷത്തിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും, ദുഃഖത്തിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും, ധൈര്യത്തിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും,
തളർച്ചയിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും. എല്ലാം മനസ്സാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ആ മനസ്സിനെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉത്സാഹത്തിലേക്ക് നയിക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? അങ്ങോട്ട് നയിക്കാൻ കോനത്തതേ ഗിളഗുരോ ഭഗവൻ പ്രയാസം ഉത്താരണേസ്യ ഭവസംഭവലോപഹേതോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ കിം തേന തേ പ്രിയജനാനനു സേവതം ന കോന്നത്രതേ അഖിലഗുരോ. ഭഗവാനെ, അവിടുത്തെ ഞാൻ എന്റെ പരമഗുരുവായി കണ്ടുകൊണ്ട് ഞാൻ ദിവസവും പ്രേമത്തോടുകൂടി സ്മരിക്കുന്നു. ഒരു ഗുരു നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുരുവിലൂടെ പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ഈ ലോകം മുഴുവൻ പ്രചോദനത്തിലേക്ക് നയിക്കപ്പെട്ടത് ഗുരുക്കന്മാരിലൂടെയാണ്. ഒരു രാമകൃഷ്ണദേവൻ ഉള്ളതുകൊണ്ടായിരിക്കാം വിവേകാനന്ദ സ്വാമി എന്ന ഒരു വലിയൊരു അത്ഭുത വിഗ്രഹം ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ പ്രസിദ്ധനായി തീർന്നത്. ഇതുപോലെ ഏത് വ്യക്തികളെടുത്ത് നോക്കൂ, ഒരു ഗുരുവിന്റെ പ്രചോദനം നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മളോടും പ്രഹ്ലാദൻ പറയുകയാണ്, ജീവിതത്തിൽ ഉത്സാഹവും ആനന്ദവും വേണോ? ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കൂ. ഏതായിരിക്കണം ആ ഗുരു? ഈ ഭാഗവതം തന്നെ ഗുരുവായിട്ട് കാണുമോ? നമുക്ക് ഇന്ന് 2 ദിവസം കഴിഞ്ഞാൽ ഈ ഗുരുവിന്റെ ഇതൊക്കെ ഭാഗവതത്തിൽ 11ാം സ്കന്ധത്തിൽ വിസ്തരിക്കും. അപ്പോൾ വിശദമായിട്ട് കാണാം. അതിനെന്ത് വേണം? തേ മഹദനുഗ്രഹ ആർത്തബന്ധോ. ഭഗവാനെ തന്നെ ബന്ധുവായി കണ്ടുകൊണ്ട്, സഖാവായി കണ്ടുകൊണ്ട് ജീവിതം നയിക്കാൻ സാധിക്കണം. അങ്ങനെ ആ ഭഗവാനിലേക്ക് തിരിഞ്ഞ് ജീവിതം ധന്യമാക്കൂ എന്ന് പറയാണ്. ഇപ്രകാരം പറഞ്ഞിട്ട് പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രായേണ ദേവമുനയ സ്വവിമുക്തികാമാ മൗനം ചരന്തി വിജനേന പരാർത്ഥനിഷ്ഠാ നൈതാൻ വിഹായ കൃപണവൻ വിമുക്ഷിയേകോ നാന്യം തദസ്യ ശരണം പ്രമദോനുപശ്യേ. പ്രായേണ, സാധാരണഗതിയിൽ ഭഗവാനെ ദേവന്മാരും ഋഷീശ്വരന്മാരും തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മൗനം ചരന്തി, അവർ മൗനവ്രതങ്ങൾ എടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവനവന് മുക്തി കിട്ടാൻ വേണ്ടി. ന പരാർത്ഥ, മറ്റുള്ളവർക്ക് മുക്തി കിട്ടാനല്ല, സ്വാർത്ഥതയിലൂന്നിയതാണ് അവരുടെയൊക്കെ ജീവിതം എന്ന് പറയാണ്. എന്നാൽ ഞാനങ്ങനെയല്ല. ഏതാൻ ഒരാൾ പോലും ഇവിടെ മോക്ഷം കിട്ടാതിരിക്കരുത് എന്നാണ്. എല്ലാവർക്കും മുക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് പ്രഹ്ലാദൻ. അപ്പൊ ജീവിതത്തിൽ നമ്മുടെ ഒരു വലിയൊരു വീക്ഷണം ഇതായിരിക്കണം. എപ്പോ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മുടെ കാര്യങ്ങൾ പറയുന്നുവോ, അപ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ സ്വാർത്ഥതയിലേക്കാണ് വീണിരിക്കുന്നതെന്ന്. സ്വാർത്ഥതയെ കളയാൻ ഒറ്റ മാർഗം മനസ്സിനെ കൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ്. ഭഗവാനെ, എല്ലാവർക്കും ശാന്തി കൊടുക്കൂ, എല്ലാവർക്കും സമാധാനം കൊടുക്കൂ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം. ഈ പ്രാർത്ഥനകളൊക്കെ വാസ്തവത്തിൽ ഭാരതീയരുടേത് മാത്രമാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന. എനിക്ക് സുഖം തരൂ എന്നെവിടെയും നിങ്ങൾക്ക് കാണില്ല നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ. നിങ്ങൾ നോക്കൂ, രാവിലെ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഭൂർഭുവസ്വത്ത സവിതോർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ധീമഹി എന്നുള്ളത് പ്ലൂറലാണ്, ബഹുവചനമാണ്. നഹ ധീമഹി, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും, ഞങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിച്ചാലും, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിതമാക്കിയാലും. ന എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓം സഹനാവവതു സഹനോ ഭുനക്തു. ഞങ്ങളുടെ എല്ലാവരെയും ഉയർത്തിയാലും, ഞങ്ങളെല്ലാവരും സഹകരിക്കട്ടെ, ഞങ്ങളെല്ലാവരും ഒന്നുചേരട്ടെ. ഞങ്ങളെന്ന പദമാണ് എവിടെയും ഉപയോഗിച്ച് കാണുന്നത്. നിങ്ങൾ കുന്തിദേവിയുടെ സ്തുതി എടുത്തു നോക്കൂ. വിപദസന്തു നഹ ശശ്വത്. ഞങ്ങൾക്ക് വിഷമങ്ങൾ തന്ന് ആ അഖില ഗുരുവായിരിക്കുന്ന ഭഗവാനെ സ്മരിക്കാൻ ഞങ്ങൾക്ക് തോന്നട്ടെ. എല്ലാം പ്ലൂറലാണ്. പക്ഷെ എന്തോന്നറിയില്ല, നമ്മുടെ ഭക്തിയിൽ പ്ലൂരൽ എടുത്ത് നമ്മൾ കളഞ്ഞു. പുറമേ എത്തുമ്പോൾ നമ്മൾ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ. പക്ഷെ അങ്ങോട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പം ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണേ എന്നങ്ങോട്ട് പറഞ്ഞു പോകും. ആ പ്ലൂരിൽ പോയി പറയണം. പിന്നെയൊക്കെ നമ്മുടെ കാര്യവും എന്റെ കാര്യവും ഞാനും എന്റെ കെട്ടിയോളോ ഓളോ കുട്ടിയോളോ മാത്രം നേരെയായ മതി ഭഗവാന്, വേറെ ആർക്കൊന്നും കൊടുക്കണ്ട എന്നുള്ളതാണ്. എങ്ങനെയാ നമ്മൾ നേരെയാവുക? ആ ഒരു ബഹുവചനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. നമ്മൾ ആ സ്വാർത്ഥതയിലേക്ക് വീണു പോകണം. അതുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും സ്വാർത്ഥരായി പ്രാർത്ഥിക്കരുത്. എല്ലാവർക്കും നന്മ കൊടുക്കണേ ഭഗവാനെ, എല്ലാവർക്കും ശാന്തി കൊടുക്കണേ ഭഗവാനെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഗുരുവായൂരിൽ ഒരു ഡോക്ടറുണ്ട്.
ഇദ്ദേഹം അവിടെ സപ്താഹത്തിനൊക്കെ വരുമ്പം ഗുരുവായൂരിലാണ് താമസം. അദ്ദേഹം കൊടിമരത്തിന്റെ അവിടെ നിന്നേ തൊഴാറുള്ളൂ. അതാ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അമ്പലത്തിനുള്ളിലേക്ക് അദ്ദേഹം കടക്കാറില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും ആ ഭക്തി, ആ ഗുരുവായൂരപ്പുള്ള ഭക്തി ദൃഢമാണ്. ഉള്ളിൽ പോയാലേ ഭഗവാൻ കാണുള്ള തോന്നലൊന്നും അദ്ദേഹത്തിനില്ല. അപ്പൊ അദ്ദേഹം തന്നെ പറയാണ്, എന്റെ സ്വാമി, ഞാൻ 2 കാര്യങ്ങളെ പ്രാർത്ഥിക്കാറുള്ളൂ ഗുരുവായൂരപ്പനോട്. എന്നും കാണാൻ ഭാഗ്യം തരണം എന്ന്. എന്നും പോവും അദ്ദേഹം ഗുരുവായൂരിൽ, ഒരു 8 മണിയാകുമ്പോൾ തൊഴാൻ പോവും. രണ്ടാമത്, എന്നും സ്മരണയിൽ അങ്ങ് മാത്രമേ ഉണ്ടാവാവൂ, വേറെ എന്നും പ്രാർത്ഥിക്കില്ല. ഈ 2 പ്രാർത്ഥന ഇത് തന്നെ ധാരാളം മതി. സ്മരണയിൽ ഭഗവാൻ വേണം, അതുപോലെ എന്നും കാണാൻ ഭാഗ്യം വേണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്മരണയും കൂടി നല്ലതാണെന്ന്. ഭഗവാനെ, എല്ലാവർക്കും അങ്ങയെ സ്മരിക്കാൻ സാധിക്കണേ എന്നുള്ളതും കൂടി പ്രാർത്ഥിച്ചേക്കൂ. ആൾക്കാർ സ്മരിക്കൂല്ല എന്നുള്ള വേറെ കാര്യം, പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയത്, ഈ സൊസൈറ്റി സിസ്റ്റത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ചിന്തിച്ചു, കാറൽ മാർക്സ്, എംഗൽസ് ഒക്കെ ചിന്തിച്ചു, ഒരു സോഷ്യലിസ്റ്റ് ലൈഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. അപ്പൊ സമ്പത്തെല്ലാം യൂണിവേഴ്സൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും പണക്കാരനും ആവില്ല, ആരും പാവപ്പെട്ടവനും ആവില്ല, ആരും മുതലാളിയാവില്ല, ആരും തൊഴിലാളിയാവില്ല, ഈക്വൽ സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് ചക്രവർത്തിമാരുടെയൊക്കെ സ്വത്തിനെ എക്സ്ചക്കറിൽ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടിക്കൊണ്ട് അവര് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ഓഫ് ലൈഫ് കൊണ്ടുവന്നു. റഷ്യയിലും ചൈനയിലൊക്കെ അങ്ങനെയാണല്ലോ കൊണ്ടുവന്നത്. പക്ഷേ ഒരു പരാജയം അതിൽ സംഭവിച്ചു പോയി എന്നാണ്. അതെന്താണ്? സൃഷ്ടിയിൽ, അവിടെയാണ് നമ്മുടെ പൂർവികന്മാരുടെ ബുദ്ധിസാമർത്ഥ്യം നമ്മൾ കാണുന്നത്. സൃഷ്ടിയിൽ എപ്പോഴും നമുക്ക് കാണാം, എല്ലാവർക്കും ഒരേ ആരോഗ്യസ്ഥിതി ആയിരിക്കില്ല, എല്ലാവർക്കും ഒരേ മാനസിക സ്ഥിതി ആയിരിക്കില്ല, എല്ലാവർക്കും ഒരേ ബുദ്ധിസാമർത്ഥ്യമാവില്ല. ഇതെപ്പോഴും വ്യത്യസ്തത ഉണ്ടായിരിക്കും. ചിലവർ ചെറുപ്പത്തിലെ വളരെ ബുദ്ധിമാന്മാരായിത്തീരും. അവനെ സംബന്ധിച്ച് സമ്പത്തുണ്ടാക്കാനുള്ള എല്ലാ ടെക്നിക്കും അവന് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. കേവലം ശാരീരിക തലത്തിൽ നിൽക്കുന്നവന് ബുദ്ധിസാമർത്ഥ്യം വളരെ കുറവായിരിക്കും. അതെപ്പോഴും സൊസൈറ്റിയിൽ ഇങ്ങനൊരു വ്യത്യസ്തത കാണാം. സ്വത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരും. മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയും ബുദ്ധിസാമർത്ഥ്യവും മാനസിക സ്ഥിതിയും ഒരുപോലെയാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനോ ലോകവ്യവസ്ഥിതിയിൽ ശാസ്ത്രജ്ഞന്മാർക്കോ സാധിച്ചിട്ടില്ല. അത് പ്രകൃതിയിലൊരു നിയമമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എന്നും ബുദ്ധിസാമർത്ഥ്യമുള്ളവൻ ബുദ്ധിസാമർത്ഥ്യമില്ലാത്തവനെ ചൂഷണം ചെയ്തു പോകും. അതുകൊണ്ട് വീണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇതേ സിസ്റ്റം പരാജയപ്പെട്ടിട്ട് സമ്പത്തിന്റെ ലോകം വീണ്ടും വന്നു പറയാണ്. അവിടെയാണ് നമ്മുടെ പൂർവികന്മാര് മനസ്സിലാക്കിയത്, നിങ്ങൾ ആരുടെയും സമ്പത്തൊന്നും എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ട, അതൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, മനസ്സുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവരും നമ്മളും ഒന്നാണെന്ന വിവേകം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ നമ്മൾ അവരെ വെറുക്കില്ല, നിന്ദിക്കില്ല, അവരെ നശിപ്പിക്കില്ല. ആ പേടി കൊണ്ടാണല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് സ്വത്ത്. ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. 2, നല്ല മനസ്സോടുകൂടിയിട്ട് ദാനം ചെയ്യുക. അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് ദാനം ചെയ്തു കഴിഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഒരിക്കലും സ്പർദ്ധയുണ്ടാവില്ല, റവല്യൂഷൻ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കിയവരായിരുന്നു നമ്മുടെ പൂർവികന്മാരെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ, ഒരുപക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള സ്പിരിറ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാലും നമ്മുടെ സംസ്കൃതിയെ നശിപ്പിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അന്നദാനങ്ങൾ നടക്കുന്നില്ലേ അമ്പലങ്ങളിൽ? നിങ്ങൾ നോക്കൂ, അവിടെ ജാതി വ്യവസ്ഥ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാവരും വരണു, കഴിക്കണു, ഒരേ നിലത്തിരുന്നിട്ട് നമ്മൾ ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. ആ ദാന സംസ്കാരം ലോകത്തിൽ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ പറയാണ്. നമ്മളിലാണ് ഉണർന്നു വന്നത്. പക്ഷെ ഇപ്പോൾ അതിലൊക്കെ ഒരു കുറവ് മാറ്റം വരുന്നു. നമ്മളിലും ഈ സ്വാർത്ഥത എങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ ചെലവഴിക്കണം, ഞാനെന്തിനു ചെലവഴിക്കണം? അവരുടെ അടുത്ത് കാശുള്ളതുകൊണ്ടല്ലേ, എൻ്റെ അടുത്ത് അതുണ്ടോ എന്ന്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമുക്ക് കൂടി വരുന്നു. നല്ലതിനുള്ള ചെലവുകളൊക്കെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ഷേത്ര സംസ്കാരങ്ങളൊക്കെ അങ്ങനെ അധപ്പതിച്ചു പോകണു പറയാണ്. കുറേ വെടിക്കെട്ടുകളും കുറേ ആനകളും വേണം. ഇതൊക്കെ ഒരു ലെവൽ, ഒരു പരിധി വരെ വേണം. അതിലപ്പുറമായി കഴിഞ്ഞിട്ട് പണമൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? നോക്കൂ നിങ്ങൾ,
ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കണ്ടില്ലേ, കോടാനുകോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിന് ഇൻകം ടാക്സ് കൊടുക്കണം. എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം ആ പണം എടുത്തിട്ട്. എത്ര നന്മ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെയൊക്കെയാണ് നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് വിട്ടിട്ടുള്ള ഈ കേരളീയ ക്ഷേത്രങ്ങൾ വളരെ രസകരമാണ്. ഞാൻ മദ്രാസിൽ സപ്താഹത്തിന് പോകുമ്പോൾ അവിടെ മഹാലിംഗപുരം ഒരു ക്ഷേത്രമുണ്ട്. അവരെത്ര വലിയ സേവനങ്ങളാണ് ചെയ്യുന്നതെന്നറിയോ? ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു, 2-3 അനാഥ മന്ദിരങ്ങളിൽ ദിവസവും 600 പാക്കറ്റ് ഭക്ഷണം അവരെത്തിക്കുന്നു. അപ്പൊ നോക്കൂ, ആ കുട്ടികൾക്കൊരു ബഹുമാനം ഉണ്ടാവില്ലേ ഈശ്വരനോട്? ഓ, ഞങ്ങൾക്ക് ഭഗവാൻ ഭക്ഷണം എത്തിക്കുന്നുണ്ടുള്ള ബഹുമാനം ഉണ്ടാവില്ലേ? ആ സമ്പത്തെടുത്തിട്ട് അവരെത്രയാ ചെലവഴിക്കുന്നത്. അതുപോലെ എത്രയോ ആളുകൾക്ക് ഐ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള കാശ്, അതിന് വേണ്ടിയിട്ടുള്ള പലതും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ മൊത്തം ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ ശാസ്ത്രരംഗത്തും അതുപോലെ സാഹിത്യരംഗത്തും ഭക്തിരംഗത്തും എല്ലാ തരത്തിലും നമ്മുടെ മതങ്ങളെ പോഷിപ്പിക്കാനാണ് ക്ഷേത്രങ്ങൾ വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ക്ഷേത്രം എന്ന് വിളിക്കേണ്ട. കുരുക്ഷേത്രമെന്നും കർമ്മക്ഷേത്രമെന്നും കലാക്ഷേത്രമെന്നും ധർമ്മക്ഷേത്രമെന്നും ഇതൊക്കെ വിളിക്കാൻ കാരണം ഒരു വ്യക്തിയുടെ സകല തരത്തിലുള്ള വികാസത്തെ കൊണ്ടുകൊണ്ടാണ്. അല്ലാതെ ഒരു കല്ലിനെ പൂജിക്കൽ മാത്രം ക്ഷേത്രമായി പറഞ്ഞിട്ടില്ല. അത് പിന്നീട് നമ്മളൊക്കെ ആക്കി തീർത്തതാണ്. ഈശ്വരനെ കല്ലിലേക്ക് ഒതുക്കിയത് നമ്മളാണ്. വാസ്തവത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് കല്ലല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ആ വിഗ്രഹത്തിലൂടെ നമ്മളിലേക്ക് പ്രകാശിക്കുന്ന ഒരു ചൈതന്യമാണ്. അതുകൊണ്ടാണ് അതിനെ വിഗ്രഹം എന്ന് വിളിച്ചത്. വിശേഷേണ ഗ്രഹിക്കേണ്ടതെന്തോ അത് വിഗ്രഹം. അതിലൂടെ ചൈതന്യത്തെ ഗ്രഹിച്ചുകൊണ്ട് നാം ആ ചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താനാണ് ക്ഷേത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാതെ ആളുകളുള്ള കാശൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അത് ദൂർത്തടിക്കാനും അത് തോന്നിവാസം ചെയ്യാനും അവസരം കൊടുക്കണോ പറയാണ്. നമുക്ക് കഷ്ടം തോന്നും നമ്മുടെ പല ക്ഷേത്രങ്ങളുടെയും അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് ഉള്ള ഭക്തി കൂടി നശിപ്പിക്കുന്ന രീതിയിലാണ് ആ സിസ്റ്റത്തിൻ്റെ ഒക്കെ പോക്ക് എന്ന് പറയാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നമ്മളെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് നന്മയുണ്ടാവുന്ന കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുക, അല്ലാത്തതിനൊന്നും പണം കഴിയുന്നതും കൊടുക്കരുത്. അങ്ങനെ നമ്മൾ പണം, നീ പൃഥുവിന്റെ ചരിത്രം പറയുമ്പോൾ പറയും, നാം ചെലവഴിക്കുന്ന പണം അത് മറ്റൊരാൾ മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പാപമുണ്ടെന്നാണ്. ദശമസ്കന്ധത്തിൽ നകുഷന്റെ കഥ പറയും, ഭഗവാൻ തന്നെ പറയുന്നത്. നകുഷന്റെ കഥയിൽ ഇതാ ഓർമ്മിപ്പിക്കുന്ന, ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം ന ഹാലാഹലം വിഷം മന്യേ. ഞാൻ ഹാലാഹലത്തെയല്ല വിഷമായി കാണുന്നത്, ബ്രഹ്മസ്വത്തെയാണ് വിഷമായി കാണുന്നത്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ പൊതുവെ അതിനെ ആളുകൾ വ്യാഖ്യാനിക്കുക അമ്പലത്തിലെ സ്വത്ത് എന്നാണ്. അതെവിടെയും വ്യാഖ്യാനം എഴുതി വെച്ചിട്ടില്ല. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തിനെ നാം മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ, നാം കൊടുത്തിട്ട് മറ്റൊരാൾ മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പാപം നമ്മൾ അനുഭവിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പണം കൊടുത്തിട്ട് പാപം എന്തിനു പിടിച്ചു വാങ്ങണം? നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതിലേക്ക് നമ്മുടെ പണം ചെലവഴിച്ച് അങ്ങനെ നന്മയിലേക്ക് നമ്മൾ സമൂഹത്തെ നയിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറയാണ്. നല്ല പ്രവർത്തനങ്ങളൊന്നും നിൽക്കാൻ പണം തികയാതെ വരരുത്. അങ്ങനെയൊക്കെ നമ്മൾ പ്രയത്നിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതോന്നത സംസ്കാരമായി തീരും നമ്മുടെ ഭാരതീയ സംസ്കാരം. അതിന് നിങ്ങൾ ഹിന്ദു സംസ്കാരമെന്നോ ജന്തു സംസ്കാരമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സംസ്കാരത്തെ നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചിട്ട് എല്ലാവർക്കും ശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഭഗവാനെ അതിലേക്കൊക്കെ ഉയരണമെങ്കിൽ എന്ത് വേണം? തർഹേഹത്തമനമസ്തുതി കർമ്മ പൂജ കർമ്മസ്മൃതിച്ചരണയോ ശ്രവണം കഥായം സംസേവയാത്വയി വിനേതി ഷഡംഗയാക്കിം ഭക്തിം ജനപരമഹംസഗതോലഭേദ. ഭഗവാനെ അതിനാണ് ഭക്തി വേണ്ടത്. ആ ഭക്തി ഉണ്ടാവാനോ കർമ്മസ്തുതി, ഭഗവാനെ നമസ്കാരം ചെയ്യണം, പൂജ ചെയ്യണം, കീർത്തനം ചെയ്യണം. ആ പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഈ തരത്തിലൊക്കെ നമ്മൾ ചിട്ടപ്രകാരം പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. നമുക്കും വ്യക്തമായ ഒരു ജീവിത വീക്ഷണം ഉണ്ടാവുക, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് പോവുക. ഒരു തുള്ളി വെള്ളത്തെ പോലെ മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ കൂടെയുള്ള തുള്ളി വെള്ളങ്ങളും അതേ ദിശയിലേക്ക് ഒഴുകും. നാം വഴിതെറ്റി ഒഴുകിയാൽ പുറകിൽ വരുന്ന വെള്ളത്തുള്ളികളും വഴിതെറ്റി ഒഴുകും. അതിനിടവരുത്താതെ
നമ്മൾ നന്മകളിലേക്ക് നന്മ നിറഞ്ഞുകൊണ്ട് നന്മ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉപസംഹരിപ്പിക്കുന്നു. ഇനി പ്രഹ്ലാദന് വരം കൊടുക്കുകയാണ് നരസിംഹമൂർത്തി. അത്യന്തം പ്രീതനായിട്ട് പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, പ്രീതോഹം അഹം പ്രീത, ഞാൻ അങ്ങേയറ്റം പ്രീതനായി തീർന്നിരിക്കുന്നു, ചോദിക്കു കുട്ടി എന്ത് വരം വേണമെങ്കിലൊന്നും. ആ സമയത്ത് പ്രഹ്ലാദൻ ചോദിക്കുന്ന വരമാണ് 10ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.